ഗൈസ് 2050 എങ്ങനെയായിരിക്കും നമ്മൾ ഡൈൻ ചെയ്തതെന്ന് കാണണമെങ്കിൽ ഈ വ്ളോഗ് കാണുക. ചൈനയിലെ സ്പേസ് ലാബിലേക്കാണ് നമ്മൾ പോകുന്നത്. Hi guys, good morning and welcome to another beautiful day from the beautiful city of Shanghai. ഒരു കാര്യം പറയട്ടെ, നമുക്ക് ആക്ച്വലി വ്ളോഗ് ചെയ്യാൻ എനിക്കൊന്ന് ഏറ്റവും ഒരു കംഫർട്ടബിൾ സിറ്റി ആക്ച്വലി തായ്ലൻഡ് ഓക്കെയാണ്, പിന്നെ ചൈനയാണ്. ഇവർക്ക് ലൈക്ക് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഒരു സ്റ്റെയറിങ്ങോ അല്ലെങ്കിൽ ഒരു ഓക്വേർഡ്നെസ്സോ, ചിലവർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല. ദുബായിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, കുറേ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. ഈവൻ ദോ നമ്മൾ ആൾക്കാരെ കാണിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളെ മാത്രമാണെങ്കിലും ദേ ഡോണ്ട് അലൗ ഇറ്റ് മെനി ഓഫ് ദ പ്ലേസസ്. ഇവിടെ ഭയങ്കര സപ്പോർട്ടീവാണ് അവർ വീഡിയോ എടുക്കാൻ. അവർ എൻകറേജ്മെൻ്റ് ആണ്, അവർക്ക് വീഡിയോ വരാനുള്ള ഇഷ്ടമാണ്. വെറുതെ ബാക്കിൽ കൂടെ പോകുമ്പോൾ ഹായൊക്കെ പറയും. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വ്ളോഗ് ഫസ്റ്റ്ലി. പിന്നെ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ, എത്ര ഒരു ജന്മം കാണിച്ചാൽ പോലും തീരാത്ത അത്രയുണ്ട് ചൈനയിലെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പ്രിയയ്ക്ക് ആക്ച്വലി തീരെ വയ്യ. ഷീസ് വെരി സിക്ക്. ഇന്നത്തെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. സോ ഷീസ് വെരി സിക്ക്. അതുപോലെ തന്നെ ഡാഡി മമ്മിക്കൊക്കെ കുറച്ച് കാൽവേനുണ്ട്. ആ ഫസ്റ്റ് വന്ന എക്സൈറ്റ്മെൻറ്റിൽ ഒരുപാട് നടന്ന് കണ്ടു. ഇനി നമുക്ക് ഏകദേശം ഉണ്ട് 10-20 ദിവസം ഉണ്ട് ഇവിടെ. സോ ഞാൻ ഇന്നൊന്ന് ടേക്ക് ഇറ്റ് ഈസി ഡേ ആക്കി വെച്ചിരിക്കുവാണ്. സോ ഇന്ന് എനിക്കൊന്ന് ഷാങ്ഹായിൽ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം വേൾഡിലെ ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് ബേക്കറീസ് ആൻഡ് കഫേസ് ഉള്ള ഒരു സ്ഥലമാണ്. ക്ലോസ് ടു 7,000 ബേക്കറീസ് ആണ് ഷാങ്ഹായിലുള്ളത്. സോ ഐ തോട്ട് കുറച്ച് നമുക്ക് റിസർച്ച് ഒന്നും ചെയ്ത് അധികം ഒന്നും കിട്ടില്ല, ബട്ട് ദ മോസ്റ്റ് പോപ്പുലർ, മോസ്റ്റ് യുണീക്ക്, മോസ്റ്റ് ട്രെൻഡി, നമുക്ക് നാട്ടിലൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കഫേസ് ആൻഡ് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡെല്ലാം മുഖ്യം. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി എസ്തെറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ വ്ളോഗ്. അപ്പോൾ ആദ്യമേ ഇപ്പോൾ അവർ റെഡി ആവുന്നേ ഉള്ളൂ. ഞാനിവിടുന്ന് മെട്രോ പിടിച്ച് ഏകദേശം 15 മിനിറ്റ്സ് നടന്നും ട്രെയിനിലും കൂടെ എത്തിയിട്ട് ഒരു കഫേ കയറണം. ദാറ്റ് ഈസ് ആക്ച്വലി ദ മോസ്റ്റ് ട്രെൻഡിങ് പ്ലേസ് ഫോർ എ ഡ്രിങ്ക് റൈറ്റ് നൗ. എന്താ കാരണം എന്നാൽ ഗ്ലാസ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. സോ ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആക്ച്വലി കുറച്ചും കൂടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ഹോട്ട്. ഇറ്റ് ഇസ് ലൈക്ക് ഒരു പെർഫെക്റ്റ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. ഈ ചൈനയുടെ ഭൂരിപക്ഷമായിട്ടുള്ള മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഭയങ്കര മോഡേൺ അല്ല, ഭയങ്കര ഒരു യൂട്ടിലിറ്റി മോഡലാണ്. വളരെ ഫ്രണ്ട്ലി ലേ ഔട്ട്സ് ആണ്, കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. ഇംഗ്ലീഷ് ആയിട്ടുള്ള ഈവൻ എലിവേറ്റർ എല്ലാത്തിൻ്റെ സൈനേജ് ഉണ്ട്. ഈവൻ ഇങ്ങനത്തെ മെഷീനാണ് നമുക്ക് എടുക്കുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ബാങ്കിലോട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആലിപ്പേയിൽ കൂടെ എടുക്കുന്നതാണ്. സോ നമ്മളിവിടെ ഇംഗ്ലീഷ് പ്രസ് ചെയ്യുക ആൻഡ് നമുക്ക് ഫെയർ അറിയാമെങ്കിൽ ഫെയർ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ എനിക്ക് ലൈൻ 10ലേക്കാണ് പോകേണ്ടത്. അതിൽ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. ആ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈബ്രറി എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എമൗണ്ട് വരുമ്പോൾ QR കോഡ് പേയ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് നമുക്ക് ആലിപ്പേ ഓപ്പൺ ചെയ്ത് ഇത് സ്കാൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ക്രെഡിറ്റ് കാർഡ് ആലിപ്പേ ആയിട്ട് ലിങ്കാണ്. സോ ഇതിൽ നമ്മൾ ഗൂഗിൾ പേ പോലെ തന്നെ പാസ്കോഡ് എൻ്റർ ചെയ്താൽ പേയ്മെൻറ്റും കഴിഞ്ഞ് ടിക്കറ്റും വരും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് രീതി. ആലിപ്പേ ഇല്ലെങ്കിൽ നിങ്ങൾ ചൈന വന്നു കഴിഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുക. ഒറ്റ ഒരു ഡ്രിങ്ക് കുടിക്കാനും നിങ്ങളെ കാണിക്കാനുമാണ് ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സ് ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ എവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാലും ഉണ്ടല്ലോ, എന്ത് ഭംഗിയാന്ന് കണ്ട. സ്ട്രീറ്റ്സൊക്കെ നോക്ക്, എല്ലായിടത്തും ഫുട്പാത്സും വീതി വെരി വെൽ മെയിൻറ്റെയിൻഡ്. ഇതുപോലത്തെ ഫ്ലവർ പോട്ട്സും ട്രീസും പച്ചപ്പും. ഈ വീടിൻ്റെയൊക്കെ ഭംഗി നോക്ക്, സൂപ്പർനോ. ഏറ്റവും നമുക്ക് റിലാക്സിങ് ആയിട്ട് തോന്നുന്നത് എന്താ അറിയോ, ഫുൾ EV ആയതുകൊണ്ട് മെയിൻ സിറ്റിയുടെ നടുക്കാണിത്. സൗണ്ടില്ല, വണ്ടികളുടെ സൗണ്ടില്ല. അത് തന്നെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ ഇമ്പ്രൂവ് ചെയ്യും. എന്ത് വാക്കബിളാന്ന് നോക്ക്. ഈ മരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ സ്പ്രിംഗ് ഒക്കെ ആയിക്കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് നല്ല കളർഫുൾ ലീവ്സും അതൊക്കെ വരും. എനിക്ക് തോന്നുന്നു ഓട്ടത്തിൽ ഭയങ്കര ഭംഗിയായിരിക്കും. മറ്റേ മേപ്പിൾ ലീവ്സൊക്കെ വന്ന് എനിക്ക് സത്യമായിട്ടും ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എൻജോയ് ട്രാവലിംഗ് ടു എനി അതർ കൺട്രി ദാൻ ചൈന.
എസ്പെഷ്യലി ഈ ഒരു വെതർ, നല്ല വെതറുള്ള സീസണിൽ. ഞാൻ ഇങ്ങനെ നോക്കി നടക്കും. എനിക്ക് കുറച്ച് നമ്മുടെ നാട്ടിലത്തെയൊക്കെ ഒരു ഓർമ്മ വരുന്നു. ഈ മരങ്ങളും ആൽമരം അല്ല, എന്താ മരം, മാവിൻ്റെയൊക്കെ പോലെ എനിക്ക് തോന്നും. മാവ് അല്ലെങ്കിൽ പോലും. പിന്നെ ഈ ഓടിട്ട വീട്, കല്ല് വെച്ചുള്ള മതിലുകൾ, സോ ബ്യൂട്ടിഫുൾ നോ. പക്ഷേ ഇവിടുന്ന് തന്നെ ഏകദേശം 400 മീറ്ററും കൂടെ ഉള്ള ഇവിടെ തന്നെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഈ കപ്പ്. അത് കണ്ടാലേ അറിയാം. കാരണം എന്താ അറിയോ, ആ കപ്പിലാണ് ഇവരുടെ മാർക്കറ്റിംഗ് ഇരിക്കുന്നത്. സോ വീക്കെൻഡ്സ് ഒക്കെ ഭയങ്കര വലിയ ക്യൂ ആണെന്നാണ് കേട്ടത്. സ്ഥലം കറക്റ്റാണ്. ഇന്ന് വലിയ ക്യൂ ഇല്ലാതെ വാങ്ങാൻ പറ്റിയതെ. ഇരുന്ന് കുടിക്കാൻ പോലും സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു പാടും ഇല്ലാതെ ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് 13D മാർസോന്നാണ്. ടെഡി ബെയർസ് കണ്ട, ഇവരുടെ ഹൈലൈറ്റ് ടെഡി ബെയർസ് ആണ്. ഇവരുടെ ഗ്ലാസ്സിൽ ഈ ടെഡി ബെയർ ഹഗ് ചെയ്തിരിക്കും. അത് വെച്ചാണ് ഇവർ ഇത്രയും ഫേമസ് ആയത്. സോ ഹൈപ്പിനനുസരിച്ചുള്ള ടേസ്റ്റ് കൂടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് കഫേനോ, ആരാണെങ്കിലും അത് കയറിപ്പോലെ. ആൻഡ് ബിൽഡിംഗ് ഇറ്റ് സെൽഫ് സോ ആർട്സി. സോറി, നമുക്ക് എൻ്റെ തൊട്ട് ഓപ്പോസിറ്റൊക്കെ നല്ല കിഡിലൻ ലുക്കുള്ള കഫേസാണ്. മൈ ഗോഡ്, ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഒരു കംപ്ലീറ്റ് ഒരു ബുട്ടീക്ക് ഏരിയ ആണ്, ഒരു കൾച്ചറൽ ബുട്ടീക്ക് ഏരിയ എന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവർ ആ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടിരിക്കുവാണ് കേട്ടോ കംപ്ലീറ്റ്. ഇതൊരു ഫോട്ടോ ബൂത്ത് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, സെൽഫ് പബ്ലിസിറ്റി. അത് കൊള്ളാലോ, അകത്ത് മെഷീൻ വരെ ഉണ്ട്. പക്ഷെ അതിനും പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും അവർ വേറൊരു ഇൻകം സോഴ്സ് ആണ്. ഇവിടെ വന്ന് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ലോണ്ടിങ് വാല്യൂ ആണല്ലോ. ഇവരുടെ ഐഡിയ മാർക്കറ്റിംഗ് വേറെ ലെവലാണ് ഇവരുടെ. ആഹാ, ഇവർക്ക് ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ല കേട്ടാ. മേളിൽ ആക്ച്വലി തുണിക്കടയാ. മേളിൽ തുണിക്കട, അടിയിലാ ടേക്ക് ഔട്ട് കൗണ്ടർ മാത്രമേ ഉള്ളൂ കഫേ. ബാക്കിയൊക്കെ ക്ലോതിങ്ങാ. പക്ഷെ ക്ലോതിങ്ങിനെ കാട്ടി ഹിറ്റ്, നല്ല ക്ലോത്തിങ് ആണ്. ക്ലോത്തിങ്ങിനെ കാട്ടി ഹിറ്റ് ഇവരുടെ കോഫി തന്നെയാണ്. എസ്തെറ്റിക്സിന് വേറെ ലെവലാണ് സംഭവം. വലിയ എക്സ്പെൻസീവ് അല്ല, വലിയ ചീപ്പും അല്ല. എനിക്കൊന്ന് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത ഒരു കോൾഡ് കോഫീസ് ലൈക്ക് അറൌണ്ട് 350. സോ ഇറ്റ്സ് നോട്ട് വെരി ചീപ്പ് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്. പക്ഷേ ഇരുന്ന് പോലും കഴിക്കാൻ സ്ഥലമില്ല. എന്നിട്ടും ഇത്രയും തിരക്ക്, ലോങ് ക്യൂസ് ആണെന്ന് കേട്ടത്. നമ്മൾ അകത്ത് പേ ചെയ്തിട്ട് ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്യണേ. നല്ല ടൈം എടുക്കും എന്ന് തോന്നുന്നു. സംഭവം ഇതാണ് കണ്ട, ഇതുപോലെ ടെഡി ബെയർസ് സ്ട്രോയിൽ ഫിക്സ് ചെയ്ത് ഗ്ലാസ്സിലും ഫിക്സ് ചെയ്ത് തരും. ഇതാണ് ഇവരെ ഹിറ്റാക്കിയ സംഭവം. വൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈറൽ സംഭവമാണ് ഇത്. ഇതിപ്പോൾ എൻ്റെ ഡ്രിങ്കാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. താങ്ക് യു. കൊള്ളാമല്ലോ, ഇത് ടേസ്റ്റ് നോക്കട്ടെ. നോക്കട്ടെ, ഏറ്റവും ഹൈപ്ഡ് പ്ലേസ് ഇൻ ഷാങ്ഹായ് ഫോർ കോഫി. ഓ വാ, ഇത് ഐസ്, ഈ ചോക്ലേറ്റ് ഷേവിങ്സ് ഉണ്ട് ഇതിൽ. സോ ഓരോ സിപ്പിലും യു ഗെറ്റ് എ സ്മോൾ ക്രഞ്ചി ബൈറ്റ്സ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ടു സ്വീറ്റ്, ഇറ്റ്സ് ക്വൈറ്റ് ലിക്വിഡി. ഭയങ്കര നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് പോലെ തിക്കൊന്നുമല്ല. ഹൈപ്പിന് പുറത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ദിസ് ഡെക്കറേഷൻ ആൻഡ് ഇസ് ഇറ്റ് എ ഗുഡ് ഡ്രിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫീൽസ് ഗുഡ് കമ്മിങ് ഇയർ. ടേസ്റ്റ് വൈസ് ഡെഫിനറ്റ്ലി നോട്ട് ദ ബെസ്റ്റ് ഓർ സംതിങ്. പക്ഷേ വാട്ട് മാർക്കറ്റിംഗ് ക്യാൻ ഡു ടു എ നോർമൽ പ്രോഡക്റ്റ് എന്നുള്ളൊരു എക്സാമ്പിളാണിത്. തിരിച്ചപ്പോൾ ഞാൻ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ബിൽഡിംഗ് കണ്ടേ. ഇതിൻ്റെ സൈസ് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇതെന്ത് ബിൽഡിംഗാണെന്നറിയോ? ഇത് മൊത്തം ഷാങ്ഹായ് ലൈബ്രറിയാണ്. ഇത് ഒറ്റ ബിൽഡിംഗ് പോരെ. ഇവർ ഈ ഒറ്റ ബിൽഡിംഗ് പോരെ ഇവരുടെ ലിറ്ററേച്ചറിനും കൾച്ചറിനും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്. ദേ മെയിൻറ്റെയിൻ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. അകത്ത് കയറാൻ പറ്റുമായിരിക്കും, പബ്ലിക് ലൈബ്രറി ആയിരിക്കും. പക്ഷെ എന്താണെങ്കിലും ഈ വെളിയിൽ നിന്നുള്ള ഒരു ഇമ്പ്രഷൻ മതിയല്ലോ ഹൗ ഇമ്പോർട്ടൻറ്റ് ലിറ്ററേച്ചർ ഇസ് ടു ചൈന എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഡാഡി ഗുഡ് മോർണിംഗ്. ഭയങ്കര ഷർട്ടും പാൻറ്റും ആണല്ലോ. എവിടെ നിന്ന് കിട്ടിയത്? ഇത് മറന്നുപോയാ? മാക്സോ? മാർക്കോ? അതേതാന്നറിയും. ഏതാ ഡാഡിയുടെ ഷർട്ടിന്റെ ബ്രാൻഡൊക്കെ നോക്കണം. പാക്സ്.
ഓ ഇത് ലക്ഷറി ബ്രാൻഡ് ഏതോന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ ഇന്ന് ലക്ഷറിയിലാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ഡാഡിയുടെ ബ്ലാക്ക് നല്ല ഷൈനിങ് ഷർട്ട്. ഇതെവിടെ ഇടണ്ടേന്ന് അറിയോ? രാത്രി പബ്ബിലൊക്കെ പോകുമ്പോ അതാണ് ഇതിന്റെ ലുക്ക്. ഇനി ഇടാം. അതിനോട് നൈസ് വൈറ്റ് പാൻസും നടക്കാനല്ലേ. ആ അതാണ് ഡാഡിയും ബ്ലാക്ക് ഇട്ട് വന്നത്. ഇവരുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. സോ അടുത്ത ബേക്കറിയിലേക്ക് പോവാണ്, അടുത്ത കഫേയിലേക്ക്. ഇതൊരു ഹാരി പോട്ടർ ഇൻസ്പയർഡ് കഫേ ആണ്. ഇത് ഡാഡി മമ്മിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല ഇന്നെല്ലാവരും ടയർഡ് ആയതുകൊണ്ട് അവർ 4 പേര് ടാക്സി വരും. ഇവരുടെ 4 പേരെ സാധാരണ ടാക്സി കയറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ ടാക്സി ഓർഡർ ചെയ്യണം. ദാറ്റ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് 5 times മോർ എക്സ്പെൻസീവ്. ഇത് 200 ആണെങ്കിൽ ഇത് 1000 രൂപ എടുക്കണം. സോ ഞാൻ മെട്രോയിൽ പോവും, അവർ ടാക്സി വരും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അവരെത്തുന്ന ടൈമിലേക്ക് ഞാനും എത്തുന്നതായിരിക്കും. സോ ഹാരി പോട്ടർ കഫേ എങ്ങനെയുണ്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് കഫേസും ഉണ്ട്. ഞാൻ എത്താറായ ഗൈസ്, ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഈ ഏരിയ മൊത്തം ബേക്കറിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. റേറ്റിംഗ് നോക്കിയപ്പോൾ അടിപൊളി. ലിലി ബേക്കർ ആൻഡ് സ്പൈസ്. അതുപോലെ തന്നെ എന്ത് എസ്തെറ്റിക്കാന്ന് നോക്കിക്കേ. ടീനി വീനി സോ ബ്യൂട്ടിഫുൾ ഓൾ ദീസ് ബേക്കറീസ് ആ. ഓ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് നോക്ക്. ശരിക്കും യൂറോപ്യൻ ഒരു ഫ്രഞ്ച് ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട് ഈ ബിൽഡിങ്ങിന്. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏതോ ഒരു ഭയങ്കര ടൂറിസ്റ്റ് സ്ഥലമാണ് ഈ ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എടുത്തു തരാൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മുടെ കഫേ എവിടെ നിന്നൊന്നും ആദ്യമേ തപ്പട്ടെ. അവർ ടാക്സിയിൽ എത്തിക്കാണെന്ന് വിചാരിക്കുന്നു. ആ സ്റ്റാർബക്സും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഓ ഇതാണ് അടുത്ത കഫേ കേട്ടോ. ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഓ ആ വാവ്. അവരകത്തേറി വാവ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. എന്തേ എന്തേ ഒന്നിച്ചിരിക്കാൻ സീറ്റ് വേണം. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണം കിട്ടുമെന്ന് നോക്കണം. അതൊക്കെ കിട്ടും. ബേക്കറി അല്ലേ. ഇതാണ് വൈബ്. അകത്ത് കണ്ടില്ലല്ലോ, കയറിയില്ലല്ലോ. വാ കയറി വീഡിയോ എടുത്തിട്ട് വരാം. ഇവിടെ കയറി ക്ഷീണമൊക്കെ പോയപ്പാ വയ്യായ്മയൊക്കെ പോയാ. ലുക്ക് ഹൗ ദേ ഡെക്കറേറ്റഡ് ദിസ്. അവിടുന്ന് ട്രേ എടുക്കാൻ. ഓ ഓ എന്തൊരു എസ്തെറ്റിക്സാ പ്രിയ അല്ല. ആദ്യമേ ഇവിടുന്ന് കഴിക്ക്. ഇവിടുത്തെ ഐറ്റംസ് കണ്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്താവുന്നതാ. ഇത് ആദ്യമേ എടുത്തോ. ഇത് ഒരെണ്ണേ ഉള്ളു, ബാക്കി വേഗം എടുക്ക്. ഓ സ്ട്രോബെറി പിസ്താഷ്യോ ചീസ് സ്റ്റിക് ടോസ്റ്റ്. അത് മാച്ച ചോക്ലേറ്റ്. മാച്ച ആൻഡ് ചോക്ലേറ്റ്. ഇത് മാച്ച ട്രഫിൾ മോയിസ്റ്റ് ബ്രെഡ്. ഓ എന്റെ അമ്മോ എന്തൊക്കെയാ ഇത്. ഏത് അത് വേണ്ട. അത് പിസ്താഷ്യോ ബ്രെഡ്. ഒലിപ്പിക്കല്ലേ, ഒലിപ്പിച്ച് അതിലേക്ക് വീഴ്ത്തല്ലേ. ഈ ഡെസേർട്ട്സ് നമുക്ക് തൽക്കാലത്തേക്ക് പിന്നെ എടുക്കാം. ആദ്യമേ എരിവുള്ള സാധനങ്ങൾ എടുക്കാം. ബ്രെഡ്സ് ഇല്ല വാ. ഒലിപ്പിക്കൽ എൻ്റെ പ്രിയ. ഓ എടുക്ക്. തിക് ടോസ്റ്റ്. റേറ്റ് ഉണ്ടോ? വെറും 170 റുപ്പീസ് ഒക്കെ ഉള്ളൂ ഇത് ഒരു ബേക്കറി സ്ഥലത്ത്. ഇത് നല്ലതായിരിക്കും. പൊട്ടാറ്റോ ആൻഡ് ചിക്കൻ എടുക്ക്. എടുത്താ ഞാൻ അടുത്ത് നോക്കട്ടെ. ഡാഡിക്ക് കോൺ എടുക്കാം. കോൺ ബ്രെഡ്. ഓക്കെ ആൻഡ് ഐ തിങ്ക് നീ ബാ. ഓ എന്തോരം ഐറ്റംസ് അല്ലേ. ഇതൊക്കെ ക്വാളിറ്റി നോക്കിക്കേ. നീ പറ ഈ കഫേയുടെ വ്ളോഗ് ചെയ്യുന്നത് വേസ്റ്റ് ആണോ? ഇതൊക്കെ എവിടെ കാണാൻ പറ്റും ഈ റേറ്റിന്? അതിന് 100 രൂപ. കസ്റ്റേർഡ് ബ്രെഡ് കുറച്ചെടുത്താൽ മതി. എന്തൊരു ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഇത് പിസ്താഷ്യോ ടോസ്റ്റ്, ഹാം ആൻഡ് എഗ്. ഇത് നല്ലതായിരിക്കും പ്രിയ. ആ ഹാം ആൻഡ് എഗ്. വാവ് ഇതെടുക്ക്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രിയോഷ് ക്രോസോൺ. ഓ ഏതുമായിരിക്കും അടിച്ചു കയറ്റത് ഇതൊക്കെ കേട്ടാ. ഏത് എടുക്ക്. നമുക്ക് ബ്ലൂബെറി ആൻഡ് പോക്ക്. ബ്ലൂബെറി ഹണി ആൻഡ് പോക്ക്. എടുക്കാം. എടുക്ക്. തിന്നോണം. ഇതിന്റെ ഡിസേർട്ട്സ് ട്രൈ ചെയ്യാനുള്ളതാ. എടുക്ക്. പ്രിയ മാഡം എന്തൊക്കെയായിട്ടാ പോകുന്നതെന്ന്? കുറച്ച് ഫുഡേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് ഫുഡായിട്ടാണ് പ്രിയ മാഡം പോകുന്നത്. ബേക്കറി എന്ന് പറഞ്ഞ വീക്ക്നെസ് ആണല്ലോ. എവിടെ പോവാ? പൈസ കൊടുക്കണം ആദ്യമേ. ആ ഇവിടെ ഇരുന്ന് കഴിക്കാനെന്ന് പറയണേ. ആൽമണ്ട് ക്രോസോൺ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് വേദൂനാണ്. ഓ ഓ ലിബിൻ ബ്രോ പാരീസിനെ വെട്ടിക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തത് 1600 രൂപ. 1600.
മെയിൻ ലൊക്കേഷൻ വൺ ഓഫ് ദ ട്രെൻഡിങ് ബേക്കറി. ഇത് ചോക്ലേറ്റ് ആൽമണ്ട് ഫ്ലേക്ക് ആണ്. ഔട്ട്സ്റ്റാൻഡിങ്. ഈ ടോസ്റ്റ് ഒന്ന് പിടിച്ചു നോക്ക്. വെയിറ്റ് പിടിച്ചു നോക്ക്. ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട് ഇത്. ഈ ബ്രെഡ് കഴിച്ചു നോക്ക ടേസ്റ്റ്. ഓ ഇതിന്റെ അകത്ത് സോ മോയിസ്റ്റ്. ലുക്ക് അറ്റ് ദിസ്. വാവ്, എന്ത് ഫ്ലേവറാന്ന് നോക്കട്ടെ. Oh my god. Priya will go crazy just eating this bread. One of the most delicious French toast ever. അകത്തുണ്ടല്ലോ വെളിത്തൊട്ടിന് ഒട്ടും നനവില്ല. അകത്ത് ഇറ്റ് സോ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ്. ഇറ്റ് സോ ഡെലിഷ്യസ്. ഇത് ഇവരുടെ എന്തോ ചിക്കൻ ബ്രെഡ് ആണ്. നോക്കട്ടെ. ഇറ്റ്സ് ലൈക്ക് എ സോർഡോ ബ്രെഡ് ആണ്. ഓൾ ബ്രെഡ് ആർ മെയ്ഡ് ഇൻ ഹൗസ്. My god. It's like a teriyaki sauce. Cheese and potato mix. Freshly baked bread. Absolutely delicious. ഇത് ഇവരുടെ ബ്ലൂബെറി പോക്ക് ഹണി ടോസ്റ്റ് ആണ്. ഇത് മറ്റേ സ്പെയിനിൽ എന്നത് ഇബേറ ഹാമോ അങ്ങനെ എന്തോ സംഭവം. Oh my god. എന്റെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയണം. കാം ഡൗൺ. It taste of blueberry cream. ഫസ്റ്റ് ഫ്ലേവർ. ആ ചെറിയ ഈ ഒരു പോക്കിന്റെ സോൾട്ടിനെസ് ആൻഡ് ദെൻ എ സ്ലൈറ്റ് ഹിന്റ് ഓഫ് ഹണി. ഭയങ്കര ഡെലിഷ്യസ്. എന്തേ ഫ്രഞ്ച് ടോസ്റ്റ്. ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ്. മനസ്സിലായോ? ആ എന്തേ ഞാനും അതാ പറഞ്ഞത്. വെളി കണ്ടു കഴിഞ്ഞാൽ അത്രയും മോയിസ്റ്റ് ആയിട്ട് തോന്നില്ലല്ലോ. അതെ, അകത്ത് പക്ഷെ ഭയങ്കര സോഫ്റ്റും. അറിയില്ല. സോ ഇവരുടെ പിസ്താഷ്യോ ക്രീം ബൺ. എൻ്റെ അമ്മോ, ബണ്ണും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ കണ്ട സ്ലൈസേ വരുന്നത് ലൈക്ക് ബട്ടർ. ആൻഡ് ദിസ് ഇസ് ദ ലെയർ. ലുക്ക് അറ്റ് ദ ക്രീം, ലുക്ക് അറ്റ് ദ പിസ്താഷ്യോ. That cream, no? It tastes like little bit like coconut flavor ആണ്. പിസ്താഷ്യോയുടെ crunchum, the softest of bun of bread you can imagine, but not overly sweet. പ്രിയ ചിലപ്പം ഇങ്ങനെ ആയിപ്പോവും. ടേസ്റ്റിന്റെ അല്ല, ഒരു റിച്ച്നെസ്സിൽ. വലിയ സ്വീറ്റും അല്ല. ആ ഞാൻ പറഞ്ഞില്ലേ, അതാണ് റിച്ച്. അതെ, സംഭവല്ലേ. എങ്ങനത്തെ എത്ര കഫേസ് ഉണ്ടെന്ന് അറിയോ? സമയമില്ലാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കഫേ പോയാലും 3000 10 വർഷം പോയാലും പോകാൻ കഴിയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് പ്രിയയ്ക്ക് ഹെയർ വാഷ് ആസ് യൂഷ്വൽ. ഞാനത് എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ അവിടെ അര ദിവസം പോകുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ഹെയർ വാഷിംഗ് 320 rupees ഇൻക്ലൂഡിങ് ബ്ലോ ഡ്രൈ. ചെയ്തല്ലേ? അടുത്ത നമുക്ക് പറയാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വേദു എന്നാ പറഞ്ഞ നമുക്ക് VR കളിക്കാൻ പോവാമെന്ന്. ഡാഡി കഴിക്കാം നമുക്ക് ബിയർ കഴിക്കാൻ പോവാമെന്ന്. ഡാഡി അതാ കേട്ടത്. ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങളെ കേൾക്കുള്ളൂ. അങ്ങനത്തെ ഒരു കൂടെ ഉണ്ട് ഈ ഫാമിലിയിൽ. വേദിന്റെ ഡ്രസ്സ് നോക്കി. ഇത് ബാങ്കോക്കിൽ നിന്ന് എടുത്ത ഒരു ടീഷർട്ടാണ്. പാൻറ് യൂണിക്ലോ, ഷൂസ് മാച്ചിങ് ഷൂസ്. യു ലുക്ക് വെരി നൈസ് മൈ സൺ. ചൈന വന്നതിൻ്റെ എനർജി കേട്ടാ. ചൈന വന്നാൽ എല്ലാവർക്കും എനർജിയാ. ഇവരുടെ കൺസിഡറേഷൻ ഭയങ്കരമാണ്. ഡാഡി വെളിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് സ്റ്റൂൾ കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷേ ഓരോ കാര്യങ്ങൾക്കും അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രിയയുടെ സൈഡിൽ തന്നെ നിൽക്കും. പ്രിയയ്ക്ക് ഒരു 100 കൂട്ടം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് മൊത്തം കേൾക്കാനായിട്ട് ഇങ്ങനെ സൈഡിൽ പോയി നിൽക്കും. എന്തേ എങ്ങനെയുണ്ട് സിൽക്കി ഹെയർ ഒക്കെ ആയിട്ട് വരുമ്പോൾ? എങ്ങനെയുണ്ടെന്ന്? കുഴപ്പമില്ല ഉണ്ടോ? അതാ പറഞ്ഞത് 300 രൂപയ്ക്ക് ഹെയർ വാഷ് ചെയ്ത് നടക്കുന്നത്. വാ അടുത്ത സ്ഥലത്തേക്ക് പോവാം. സാധാരണ ഫ്ലാറ്റാണ്, ഈ ഏരിയയിലായതുകൊണ്ടായിരിക്കും നല്ല കൺസ്ട്രക്ഷൻ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഇതിൻ്റെ താഴെ
ഫ്രണ്ടിൽ തുണി വിരിക്കാനുള്ള സൗകര്യം അവർ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ്സിന് അത്യാവശ്യമല്ലേ, സോ അതുകൊണ്ട് ബാൽക്കണിയിൽ വിരിക്കാതെ അവർക്ക് വേണമെങ്കിൽ താഴെയും വിരിക്കാം. നല്ലതല്ലേ അത്? നല്ല സൗകര്യം, അത് നല്ല ഭംഗിയുള്ള ഫ്ലാറ്റ്. വാ. ആ, ഇംഗ്ലീഷ് സ്റ്റൈൽ. ഇവിടെ ഒരു ഫ്രഞ്ച് ഏരിയ ഉണ്ട്, അറിയോ? ഫ്രഞ്ച് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഷാങ്ങായിൽ ഭയങ്കര ഭംഗിയാണ്. ഗൈസ്, അടുത്തത് ഇത് വേറെ ദിവസമാണ്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും ഫ്യൂച്ചറിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്, സ്പേസ് ലാബ്. അമേരിക്കൻ ഫുഡാണ്, ഭയങ്കര ഒരു നോവൽറ്റി ഫാക്ടർ ഉണ്ട്. ഫുഡ് നല്ലതെന്ന് കേട്ടു. സോ ലെറ്റ് സി ഹൗ ചൈന ഡൈൻസ് ഇൻ 2050 ഉണ്ടല്ലോ. മൊത്തം ഒരു ഫ്യൂച്ചറിസ്റ്റിക് തീമാണ്. എന്തോരം തീംഡ് റെസ്റ്റോറൻറ്റ്സും കഫേസാന്ന് നോക്കിക്കേ. സ്പേസ് ലാബ്, ശരിക്കും അതാ സ്പേസ് ലാബ്, കറക്റ്റ് പേരാ. എന്തൊക്കെ ടെക്നോളജി അല്ലേ ഗൈസ്. സോ ഫുഡ് വന്നിരിക്കുന്നത് ഇവരുടെ ഒരു മഷ്റൂം സൂപ്പാണ്. ഇവരുടെ ഈ ഡീകോർ പോലെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ് കൺസിസ്റ്റൻസി, നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. ആൻഡ് എവ്രി വൺ വിൽ ലവ് ഇറ്റ്, അത്രേ പറയുള്ളൂ. യൂണിവേഴ്സലി ലവ്ഡ് ആയിട്ടാണ് മഷ്റൂം സൂപ്പ്. കർണാടകരുത് കണ്ട, വേറെ ലെവലല്ലേ, വേറെ ലെവലല്ലേ. പക്ഷെ മഷ്റൂം സൂപ്പിനെ കുറിച്ച് അത്രയും പറയത്തന്നെ ഒരു കുറേ സ്ഥലത്ത് നല്ല മഷ്റൂം സൂപ്പ് കിട്ടും. മഷ്റൂം തന്നെ നല്ല ഫ്ലേവറുള്ള സാധനം, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് ഇതെന്തോ ഒരു ടൊമാറ്റോ ബേസ്ഡ് സൂപ്പാണ്, നോക്കട്ടെ. ടൊമാറ്റോ സൂപ്പ് റഷ്യനാണ്, പക്ഷേ ചിക്കനുണ്ട്. ചിക്കനുള്ള സൂപ്പാണ്, ടൊമാറ്റോ ആൻഡ് ചിക്കൻ. പ്രിയ ദേ വരുന്നു ഫുഡ്. ഏതു ഫുഡ് വരുന്ന നോക്കടാ. ദേ പോന്നു. ആ വേറെ എങ്ങോട്ടെങ്കിലും ആണല്ലോ പോകുന്നത്, നമുക്കല്ലേ. ദേ വരുന്നത്, ദേ വന്നു. ഓ വേദന നഗറ്റ്സ് ഇത്. ഓ ആ എടുക്ക ഫുഡ്. റെഡ് ബട്ടൺ പ്രസ് ചെയ്യാം. പോയി കേട്ടാ. അങ്ങനെയാണ് ഇത് തിരിച്ചു പോകുന്നത്. അപ്പൊ അത് ഡെലിവറി ചെയ്ത് സാധനം തിരിച്ചു പോകും. ഇതൊക്കെ എങ്ങനെ ദില്ലു കണ്ടുപിടിക്കുന്നു. അതറിയില്ല. അതെ, അടുത്ത സംഭവം നോക്ക്, സോസേജ്. വാവ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോസേജസ് ആണ്. നല്ല സംഭവം കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ആക്ച്വലി ഒരു റഷ്യൻ ഫുഡ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവരുടെ ഈ സോർക്കോട്ടും ലൈക്ക് ക്യാബേജ് സ്ലോ. സോസേജ് ഇസ് ആക്ച്വലി സ്മെല്ലിംഗ് ഗുഡ്. ഇവിടുന്ന് തന്നെ സോസേജിന് മണം വരുന്നുണ്ട്. സ്റ്റാർട്ടേഴ്സ് ആണിത്. സോസേജ് കുറച്ച് മസ്റ്റേർഡിൽ മുക്കി. ക്വാളിറ്റി ഓഫ് ദ മീറ്റ് നോ, ആ കേസിംഗ് ഒക്കെ ഭയങ്കര തിന്നാണ്. ഇറ്റ്സ് ലൈറ്റ്ലി സ്റ്റർ ഫ്രൈഡ്. സോ യം. ആൻഡ് ദ പിക്കിൾസ്, ഓ വാവ്, അമേസിങ്. ഈ പിക്കിൾസ് തന്നെ എന്തൊരു ഫ്ലേവർ ആണെന്ന് അറിയോ. ഇതേ അടുത്തത് വരുന്നുണ്ട്, കുറച്ച് സ്ലോ ആയല്ലോ. എന്ത് പറ്റി? എവിടെ ദേ വന്ന്, അവിടെ സ്ലോ ആയി. ആ ദേ വന്നു. ഇതെന്താണെന്നറിയോ? പിസ്സ. ഓ, ദ ഫുഡ് ഇസ് ആക്ച്വലി ഇൻക്രെഡിബിൾ. ഈ നഗറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറയല്ലോ പ്രിയ, ഞാൻ കഴിച്ചിരിക്കുന്ന നഗറ്റ്സിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇറ്റ് ഇസ് ദാറ്റ് ഡെലിഷ്യസ്. എന്താണെന്ന് അറിയില്ല, ഇതിൽ ഭയങ്കര ടേസ്റ്റ്. ഞാൻ പക്ഷെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇത് കാണുമെന്ന് വിചാരിച്ചില്ല. മമ്മി ഇരുന്ന് സോസേജ് അടിച്ച് കയറ്റത്, ചിക്കൻ ഫ്രൈ അടിച്ച് കയറ്റത്, പിസ്സ അടിച്ച് കയറ്റത്. ആ എന്താ ചിക്കൻ ഇല്ലാത്ത? ആ ഇത് ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് പ്ലേസ് ആണ്. പക്ഷേ ഈ ഡിയാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഐ ഡോണ്ട് നോ വെദർ പ്രൊനൗൺസിയേഷൻ കറക്റ്റ്. അതിൽ ഓഫേഴ്സ് വരും. ഈ കാണുന്ന 2 പേരുടെ മീൽ, ഇത് ശരിക്കും 2 person മീലാണ്. ദാറ്റ്സ് എ ഹ്യൂജ് പോർഷൻ ഫോർ 2 people. ദാറ്റ്സ് കോസ്റ്റിംഗ് ഓൺലി അറൌണ്ട് 2000 rupees. അത് ഇറ്റ്സ് ഓക്കെ. ഇത്രയും ഫുഡിന് അല്ലെങ്കിൽ അറൌണ്ട് 4000. And it tastes incredible. Wow.
എവറിത്തിങ് ടേസ്റ്റ് ലൈക്ക് എ ഹൈ എൻഡ് വെസ്റ്റേൺ റെസ്റ്റോറൻറ്റ്. ഒരു ഫാസ്റ്റ് ഫുഡ് ടേസ്റ്റേ അല്ല. ഓ ഫൈനലി എനിക്ക് ഇതും കൂടെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ക്ലോസ് ആയി അൺഫോർച്ചുനേറ്റ്ലി. ഇത് ഹോളി ലാൻഡ് ട്രാവൽ എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്യൂച്ചറിസ്റ്റിക് കഫേ ആണ്. ഇതിൽ ആക്ച്വലി ഈ ഒരു എസ്കലേറ്ററിൽ എലിവേറ്റർ പോലത്തെ സാധനമൊക്കെ ഉണ്ട്, അവിടെ കൂടെയൊക്കെ ഈ ഡിസേർട്ട്സ് ഒക്കെ പറന്നു പോകുന്ന കാണാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ ക്ലോസ് നൗ. നോക്ക് എന്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസേർട്ട് ഷോപ്പാണ്. ശരിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസേർട്ട് ഷോപ്പ് പോലെ ഇല്ലേ? ഡിസേർട്ട് ഷോപ്പാന്ന് തന്നെ പറയൂ, ഇല്ലല്ലോ, അത്ര അടിപൊളി ഒരു സെറ്റപ്പാണ് ഇത്. പക്ഷെ ക്ലോസ് ആയിപ്പോയി, അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റിയില്ല. ഭാഗ്യത്തിന് ഇവരുടെ ബേക്കറി സെക്ഷൻ മാത്രമേ ക്ലോസ് ആയുള്ളൂ, ഇവരുടെ ഡിസേർട്ട് സെക്ഷൻ ഓപ്പൺ ആയിരുന്നു. ചീസ് കേക്ക്സ് ആണ് മെയിൻ. ഞാൻ എൻ്റെ ആംബിയൻസിന് കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഹൗ ഫ്യൂച്ചറിസ്റ്റിക് ഇസ് ദിസ്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. സോ ഞാൻ ഒരു ചീസ് കേക്ക് എടുത്തിട്ടുണ്ട്, ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഓടിപ്പിടിച്ച് ഞാൻ വന്നതാ. അതെ, ഓടിപ്പിടിച്ച് ഞാൻ വന്നു ലാസ്റ്റ്. ഇതും കൂടെ ട്രൈ ചെയ്യാൻ എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് എല്ലാ കഫേസുമായി. അതൊക്കെ കേക്ക് എന്തോ, പക്ഷേ ഡിസൈൻ കണ്ടോ ഒരു ബേക്കറിയാന്ന് പറയുമോ? ഫ്യൂച്ചർ ലാബ് പോലെ ഇല്ലേ, അതായത് സ്പേസ്ഷിപ്പ് പോലെ ഉണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ പേര് തന്നെ എന്താണെന്ന് അറിയോ? ഹോളി ലാൻഡ് ട്രാവൽ. ഒരു ബേക്കറിയുടെ പേര് അങ്ങനെ ഇടുമോ? അതുപോലെ ഉണ്ട്, സ്പേസിൽ കൊണ്ടുപോകുന്ന ട്രാവൽ ഏജൻസി പോലെ ഉണ്ട്. കേക്കാ എന്തൊക്കെയല്ല ചൈനക്കാർ ചെയ്തു നിൽക്കുന്നത്. ഇതേ പോകുന്നുണ്ട്, എങ്ങോട്ടാ? ഞാൻ എടുത്തു. കൗണ്ടറോ? കൗണ്ട് ഡൗൺ എന്താ? സ്പേസ് ഷിപ്പ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഏത്? അത് ഇരുന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കും. കൊള്ളാമല്ലോ, എനിക്കറിയില്ല. സോ ദിസ് ഇസ് ദ സ്നോയി മിൽക്കി ചീസ് കേക്ക്. പാക്കേജിങ് സോ ഇൻക്രെഡിബിൾ. 2 ചീസ് കേക്കാണ് 300 രൂപ. സ്പൂണൊന്നും ഇല്ല. ലെറ്റ് മീ സീ ദിസ്. ഓ പശുവിന്റെ മണം അല്ല കേട്ടോ, നല്ല ഇപ്പൊ ഇവിടുന്ന് ഫ്രെയിം കണ്ടാലേ ഇറ്റ്സ് ഫീൽ ലൈക്ക് യുവർ ഇൻ എ റോക്കറ്റ് ഓർ സ്പേസ് ഷിപ്പിലോ സംതിങ്. ആംബിയൻസ് അല്ലേ ആ ബാക്കിൽ അതൊക്കെ ബ്ലൂ ലൈറ്റ് ഒക്കെ. എന്താ പോയാ സ്പേസിൽ പോയാ? മറ്റേ മാസിപ്പോയി. എന്താ പറയണ്ടേ? It just tastes so good. ഈ hype is real. All the places where ഈ vlog നിങ്ങൾ കണ്ടത്, the hype is real. It's so good. Look at the cheese in this. മൊത്തം cheese ആണ്. There's no cream or any low quality ingredient. എന്നിട്ടും ഇത് ഫ്രീസറിൽ നിന്ന് അവരെടുത്ത് തരുന്നത്. എന്നിട്ടും അതിൻ്റെ ബിസ്ക്കറ്റ് ക്രംബ് ഉണ്ടല്ലോ, that is still crispy. That is still crispy. മുകളിലൊരു പാൽപ്പൊടിയുടെ ടേസ്റ്റാണ്. പാൽപ്പൊടിയോ? You get a lot of milky taste. Then the cheese, it is neutral. Cheese just tastes like cheese. There are sugary flavors ഒന്നുമില്ല. And the biscuit base holds everything together. Absolutely wonderful. അപ്പോൾ ഷാങ്ഹായിലെ ഇത്രയും കഫേസ് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് വാസ് സച്ച് എ മെമ്മറബിൾ ടൈം ഈറ്റിംഗ് ഇൻ ഓൾ ദീസ് വണ്ടർഫുൾ പ്ലേസസ്. സോ നാളെ വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. Goodbye. Bye. 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 Bye.